പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 5 വ്യാഴം. പ്രധാന വാർത്തകൾ. ബലിപെരുന്നാൾ അവധി ആരംഭിച്ചതോടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ കനത്ത തിരക്ക്. 5 ദിവസമാണ് ഇത്തവണ അവധി ലഭിച്ചിരിക്കുന്നത്. പ്രവാസികളിൽ പലരും നാട്ടിലേക്ക് വിമാനം കയറുകയാണ്. ഇതര രാഷ്ട്രങ്ങളിലേക്ക് അവധി ദിനങ്ങൾ ചെലവഴിക്കാൻ പോകുന്ന സ്വദേശികളും നിരവധി. മസ്കത്ത് സലാല അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനലുകളിൽ കനത്ത തിരക്കാണ് വിവിധ കൗണ്ടറുകളിൽ അനുഭവപ്പെട്ടത്. മസ്കത്തിൽ ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്നവരായിരുന്നു കൂടുതലെങ്കിൽ സലാലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലേക്കുള്ള യാത്രക്കാർ വലിയ തോതിലുണ്ട്. ഇത്തവണ പൊതു അവധി ദിനങ്ങൾ കുറവാണെങ്കിലും അധിക ദിവസങ്ങളിൽ അവധിയെടുത്തും നാടണുകയാണ് പലരും. കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുന്നതും ഇതിന് കാരണമായി. ബലിപെരുന്നാൾ അവധി ദിനങ്ങളിലും മുവാസലാത്ത് ബസ്, ഫെറി സർവീസുകൾ സാധാരണ നിലയിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. വിവരങ്ങൾക്ക് 1551 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു. സാധാരണ നിലയിൽ സർവീസുകൾ തുടരുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും. ബുറൈമയിൽ ഇന്റഗ്രേറ്റഡ് ബസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് അസൈദ് ഗ്രൂപ്പും മുവാസലാത്തും കരാറിൽ ഒപ്പുവെച്ചു. 56,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നൂതന സാങ്കേതിക വിദ്യകളും എല്ലാവിധ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് പദ്ധതി. ഗതാഗത മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ച് ബസ് സ്റ്റേഷൻ ഒമാൻ വിഷൻ 2040ന്റെ ഭാഗമായാണ് ഒരുങ്ങുന്നത്. അയൽ രാജ്യത്തേക്കും ഒമാന്റെ വിവിധ ഭാഗങ്ങളിലും ബുറൈമിയിൽ നിന്നുള്ള ബസ് സർവീസുകളുടെ ആസ്ഥാനമായി പുതിയ ബസ് സ്റ്റേഷൻ മാറും. ബലിപെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് രാജ്യം. വൈവിധ്യമാർന്ന ആഘോഷവുമായാണ് രാജ്യം ഈദിനെ വരവേൽക്കുന്നത്. പെരുന്നാൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇന്നലെ വൈകിട്ടോടെ വലിയ തിരക്കാണ് എങ്ങും അനുഭവപ്പെട്ടത്. വിപണിയിലും പെരുന്നാൾ ഉണർവുണ്ടായിട്ടുണ്ട്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച അവധി ആരംഭിച്ചതിനാൽ തൊഴിലാളികൾക്ക് കനത്ത ചൂടിൽ എത്തിയ ഇന്നത്തെ വ്രതാനുഷ്ഠാനം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. രാജ്യത്തെ വിവിധ മസ്ജിദുകളിലും പ്രവാസികൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലും ഇന്ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. അതേസമയം വ്രതമനുഷ്ഠിച്ചും ബലിയർപ്പിക്കാൻ ഒരുക്കം കൂട്ടിയും നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ പുതുവസ്ത്രങ്ങൾ തിരഞ്ഞും ഭക്ഷണ സാമഗ്രികൾ വാങ്ങിയും ഭൂരിപക്ഷവും തിരക്കിലാണ്. കമ്പോളങ്ങളും തെരുവുകളും വലിയ ജനപ്രവാഹമുണ്ട്. റോഡുകളിലും കളിസ്ഥലങ്ങളിലും ബീച്ചുകളിലും പാർക്കുകളിലുമെല്ലാം ജാഗ്രതയോടെ വേണം എത്തേണ്ടതും പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടതും. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഇന്ന് ജോർദാനെ നേരിടും. ബൗഷർ സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി 8 മണിക്കാണ് കിക്ക് ഓഫ്. മത്സരത്തിനായി ജോർദാൻ ദേശീയ ടീം കഴിഞ്ഞ ദിവസം ഒമാനിലെത്തിയിരുന്നു. നിർണായക മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നുവെന്ന് പരിശീലകൻ റഷീദ് ജാബിർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ടീം മികച്ച മുന്നൊരുക്കങ്ങൾ നടത്തിയതായും താരങ്ങളുടെ സമീപകാല പ്രകടനങ്ങൾ ആത്മവിശ്വാസം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് യോഗ്യതയെന്ന സ്വപ്നം നിലനിൽക്കുന്നതിന് ഇന്നത്തെ മത്സരം അതിനിർണായകമാണെന്നും വിജയത്തിൽ കുറഞ്ഞതൊന്നും ടീം പ്രതീക്ഷിക്കുന്നില്ല. സ്വന്തം നാട്ടിൽ കാണികൾക്ക് മുമ്പിൽ കളിക്കാൻ സാധിക്കുന്നുവെന്നത് ടീമിന് ഗുണം ചെയ്യും. മലയാളി വിദ്യാർത്ഥി ഒമാനിൽ നിര്യാതനായി. കോട്ടയം കങ്ങഴ വലയപ്പള്ളിൽ വീട്ടിൽ വി. എം. കുര്യാക്കോസ്, സിനോബി ഉലഹന്നാൻ ദമ്പതികളുടെ മകൻ ആൽവിൻ കുര്യാക്കോസ് 19 ആണ് മരണപ്പെട്ടത്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗത്തിന് ചികിത്സയിലായിരുന്നു. സീബിലായിരുന്നു താമസം. അലൻ കുര്യാക്കോസ് സഹോദരനാണ്. ഒമാനിലെ അറബ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ആൽവിൻ. പരിമിതികളിലും പഠനത്തിൽ ഏറെ മികവ് പുലർത്തിയിരുന്ന ആൽവിന്റെ അകാലത്തിലുള്ള വിയോഗം പ്രിയപ്പെട്ടവർക്ക് തീരാനൊമ്പരമായി മാറി. കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് കരസ്ഥമാക്കി. മെഡിക്കൽ പ്രവേശനവും ലഭിച്ചിരുന്നെങ്കിലും പരിചരണവും ചികിത്സയും ആവശ്യമായിരുന്നതിനാൽ ഒമാനിൽ തന്നെ തുടരുകയായിരുന്നു. വിവിധ നഗരസഭകളുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി സലൂണുകളിൽ വ്യാപക പരിശോധന നടത്തി. ബലിപെരുന്നാളിന് മുന്നോടിയായാണ് പരിശോധന നടന്നുവരുന്നത്. ചിലയിടങ്ങളിലെ പരിശോധനകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. നേരത്തെയും വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു.
വരും ദിവസങ്ങളിലും കൂടുതൽ ഭാഗങ്ങളിൽ പരിശോധന തുടരും. കാറിൽ നിർമ്മിച്ച സ്വകാര്യ അറയിൽ കിടത്തി വിയറ്റ്നാം സ്വദേശിയെ കടത്തിയ പൗരൻ അറസ്റ്റിൽ. യാത്ര ചെയ്യാൻ പാകത്തിൽ വിദഗ്ധമായി രൂപകൽപ്പന ചെയ്ത അറയിൽ വിയറ്റ്നാമീസ് പൗരനുമായി എത്തിയ പൗരനെ ഹമാസ് ബോർഡർ കസ്റ്റംസാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് ഒമാൻ കസ്റ്റംസ് അറിയിച്ചു. മറ്റൊരു സംഭവത്തിൽ ബർഖയിൽ പാകിസ്ഥാനിയിൽ നിന്നും സിഗരറ്റുകളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കസ്റ്റംസ് പിടിച്ചെടുത്തു. സലാല വിലായത്തിലെ ഇത്തീൻ ടണൽ പദ്ധതിയുടെ ഒരു ഭാഗം തുറന്നതായി ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. പദ്ധതിയുടെ 1.5 കിലോമീറ്റർ ഭാഗമാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ യാത്രയ്ക്കായി തുറന്നുകൊടുത്തത്. ഖരീഫ് അടക്കമുള്ള തിരക്കേറിയ സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായും ഈ തന്ത്രപരമായ വികസനം സഹായിക്കും. 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത നവംബർ 18 റോഡിന്റെ നിർണായക ഭാഗമാണ്. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കും നേതാക്കൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭരണാധികാരികൾക്ക് ആയുരാരോഗ്യത്തോടെ ദീർഘായുസ്സുണ്ടാകട്ടെ എന്നും രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അഭിവൃദ്ധിയുണ്ടാകട്ടെ എന്നും ഇതിനായി സർവശക്തനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായും സുൽത്താൻ സന്ദേശത്തിൽ പറഞ്ഞു. ദോഫാർ ഗവർണറേറ്റിൽ അനുമതി ഇല്ലാതെ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങളും മതിലുകളും നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. സലാല വിലായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു നടപടി. സുരക്ഷാ ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. നിയമം ലംഘിച്ചവർക്ക് ഇവ നീക്കം ചെയ്യുന്നതിന് നോട്ടീസ് നൽകുകയും ഒരാഴ്ച സമയം അനുവദിക്കുകയും ചെയ്ത ശേഷമാണ് പൊളിച്ചു നീക്കൽ നടപടികൾ. ഉടമസ്ഥാവകാശ കാലാവധി കഴിഞ്ഞവർക്കെതിരെയും നടപടിയുണ്ടാകും. കയ്യേറ്റങ്ങൾക്കെതിരെ വിവിധ നഗരസഭകൾ നേരത്തെയും ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. വിവിധ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. തുടർന്നും പരിശോധനകളും നടപടികളും തുടരും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.